മെസ്സി ഫാൻസിന് ഗുണമുണ്ടാകും. ഗവൺമെന്റിന്റെ കാശ് പോകുന്നുണ്ടെങ്കിൽ അത് പോകുന്നു അതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ കൊണ്ടുവന്ന നേട്ടം. സർക്കാരിന്റെ കണക്ക് എന്താണെന്ന് അറിയില്ല, വല്ല പരസ്യത്തിന്റെ ഇതിൽ വല്ല കിട്ടുമെന്നുള്ളതായിരിക്കും. ഇപ്പൊ തന്നെ നമ്മള് ഫുട്ബോൾ ഭാവി ഭയങ്കര അറിയാലോ, ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അത് കുറച്ചുകൂടി മികച്ചതാക്കാൻ ചിലപ്പോൾ ഇതിന് സാധിച്ചേക്കാം. കേരളീയർക്ക് ഇയാൾ വരുന്നതിന് കുറച്ച് പ്രചോദനം ഉണ്ടാവും. പ്രചോദനം ഉണ്ടാവും. ഇവര് പറഞ്ഞ വല്ല കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. നമസ്കാരം. കുറച്ചധികം നാളുകളായി നമ്മുടെ കേരള സർക്കാർ നമുക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ വർഷം തന്നെ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങളൊന്നും ചിലവാകില്ല എന്ന് സർക്കാർ പറഞ്ഞിട്ടും ക്ഷണിക്കാൻ പോയതിന് മാത്രം 13 ലക്ഷം ചിലവായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്നിട്ടും മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരാനായിട്ടില്ല. പിന്നെ എന്തിനായിരുന്നു ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിച്ചത്? മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? ജനങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ. നമ്മുടെ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുമെന്നത്, പക്ഷെ ഇതുവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മളെ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരു നേട്ടവും ഉണ്ടാവില്ല. ഇല്ല. ഗവൺമെന്റിന്റെ കാശ് പോകുന്നുണ്ടെങ്കിൽ അത് പോകുന്നു അതേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ കൊണ്ടുവന്ന നേട്ടം. മെസ്സി എല്ലാവർക്കും അറിയാം, എല്ലാവരും ടി വി കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ലേറ്റസ്റ്റ് കേട്ടത് ഇവിടെ കേരളത്തിൽ വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. വരുന്നില്ല എന്നാ പറയുന്നത്, പക്ഷെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം 13 ലക്ഷം ചിലവായെന്നാ പറയുന്നത്. ഗവൺമെന്റ് മെഷീനറിയില്ല, അവരുടെ കാശ് എന്തുകൊണ്ട് ചിലവാക്കാന്നുള്ള രീതി തന്നെയാണ്. മെസ്സി ഫാൻസിന് ഗുണമുണ്ടാകും. ഉണ്ടാവും. ചിലപ്പോ മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി ഇതിന് മാത്രം 13 ലക്ഷം ചിലവായിട്ടുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷെ ഉടനെയൊന്നും മെസ്സി കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ലക്ഷങ്ങൾ മുടക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നില്ല. അങ്ങനെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നില്ല. ചിലപ്പോ മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി പോയതിന് മാത്രം 13 ലക്ഷം ചിലവായതായാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ട്. മെസ്സി ഉടനെയൊന്നും കേരളത്തിൽ വരില്ല. അപ്പൊ അത്രയും ലക്ഷങ്ങൾ പൊടിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല. ഇല്ല. നമുക്ക് പുള്ളി വന്നത് കൊണ്ടുള്ള നേട്ടം എന്താണെന്ന് അറിയില്ല. സർക്കാർ പറയുന്നത് നമുക്കിപ്പോ കോടിക്കണക്കിന് പൈസ നമ്മൾ ചെലവഴിച്ചാലും അതിലുപരി നമുക്ക് മെസ്സി വരുന്നതിലൂടെ നേടാൻ പറ്റുമെന്നാ പറയുന്നത്. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? സർക്കാരിന്റെ കണക്ക് എന്താണെന്ന് അറിയില്ല, വല്ല പരസ്യത്തിന്റെ ഇതിൽ വല്ല കിട്ടുമെന്നുള്ളതായിരിക്കും. എനിക്കതിൽ ഒന്നും അറിയാതെ. അല്ല, ഇപ്പൊ ലയണൽ മെസ്സി എന്ന് പറഞ്ഞത് ലോക ഇതിഹാസ ഒരു താരമാണല്ലോ. പുള്ളിക്കാരൻ നമ്മളെ കേരളത്തിൽ വരുന്നതുകൊണ്ട് നമ്മളെ കേരളത്തിന് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ? ചിലപ്പോ മൊത്തത്തിൽ ശ്രദ്ധ കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മള് ഫുട്ബോൾ ഭാവി ഭയങ്കര അറിയാലോ, ഇന്ത്യയിൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അത് കുറച്ചുകൂടി മികച്ചതാക്കാൻ ചിലപ്പോൾ ഇതിന് സാധിച്ചേക്കാം. ഫുട്ബോളിന് നേട്ടം ഉണ്ടാവും. കേരളീയർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും. കേരളീയർക്ക് ഇയാൾ വരുന്നതിന് കുറച്ച് പ്രചോദനം ഉണ്ടാവും. പ്രചോദനം ഉണ്ടാവും. സാർ, ഇപ്പൊ ക്ഷണിക്കാൻ വേണ്ടി മാത്രം മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം 13 ലക്ഷം ചിലവായെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷെ ഉടനെയൊന്നും മെസ്സി കേരളത്തിൽ വരുമെന്നും തോന്നുന്നില്ല. അപ്പൊ ആ അത്രയും ലക്ഷങ്ങൾ മുടക്കിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇല്ല. പക്ഷെ നമ്മുടെ കേരളത്തിൽ ക്ഷണിക്കാൻ വേണ്ടി മാത്രം മെസ്സിയെ ക്ഷണിക്കാൻ വേണ്ടി മാത്രം 13 ലക്ഷം ചിലവായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഗുണം ഒന്നും ഉണ്ടായതായിട്ട് തോന്നില്ലേ. മന്ത്രി അവിടെ പോയി സംസാരിച്ചു, നാട് കാണാൻ പോയിട്ട് ഈ വന്നു, അത്രേ ഉള്ളൂ. ഫുട്ബോൾ പ്രേമികളൊക്കെ സ്നേഹിക്കുമായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നേട്ടം ഉണ്ടാവുമെന്ന് കേട്ടാൽ ഒരു വിധത്തിലും നമുക്കങ്ങനെ ഒരു പ്രതീക്ഷയില്ല. നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പ്രേമികൾക്കൊക്കെ ഒരു ആവേശം ഉണ്ടായി വരുമായിരിക്കും, അതാണ് വാസ്തവം. എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം ഒന്ന് കലങ്ങി മറിയണം. അതായത് രക്ഷ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ലോകത്തായാലും ആകെപ്പാടെ എല്ലാം പോയി കിടക്കുകയാണ്. സത്യമില്ല, അസത്യത്തിൽ കൂടെ കഴിഞ്ഞു പോകുന്ന ലോകമായിപ്പോയി. ഇതേ എനിക്ക് പറയാനുള്ളൂ. ഇവര് പറഞ്ഞ വല്ല കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ എന്ത് ബുദ്ധിയില്ല ചോദിക്കുന്നത്? ഇവര് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, ഒന്നും നടപ്പിലാക്കാറില്ല, ചുമ്മാ കള്ളത്തരങ്ങളാണ് പറയുന്നത്. കേരളത്തിൽ മെസ്സി വരുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാകും? കേരളത്തിൽ മെസ്സി വന്നാല് നാട്ടുകാർക്ക് എന്താ ഗുണം? കാശുണ്ടാക്കുന്നല്ല, നാട്ടുകാർക്ക് എന്താ ഗുണം? പക്ഷേ ഇപ്പോൾ ക്ഷണിക്കാൻ വേണ്ടി മാത്രം 13 ലക്ഷം ചിലവായെന്ന് അല്ല, ഇവര് ക്ഷണിക്കാൻ വേണ്ടി മാത്രമല്ല, ഇവര് കുടുംബം വളർത്താൻ വേണ്ടി കോടിക്കണക്കിന് ചിലവാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ലേ? 13 ലക്ഷം മാത്രമേ ചെയ്യാനുള്ള. നാട്ടുകാരുടെ പൈസയാണ്. നാട്ടുകാരെ കഴിഞ്ഞ 8 കൊല്ലം കൊണ്ട് കട്ടുമുടിച്ച് ഇരിക്കുകയല്ലേ. നീ കൂടുതൽ എന്താ പറയാതിരിക്കുന്നു? മെസ്സി നമ്മുടെ കേരളത്തിൽ വരുന്നത് കൊണ്ട് ആസ് എ കേരളീയൻ നമുക്ക് എന്തെങ്കിലും നേട്ടം ഒരു നേട്ടമില്ല. നമ്മളെ കാശ് പോകുന്നല്ലാതെ ഒരു നേട്ടമില്ല. ഇപ്പം 3 ലക്ഷം രൂപ പോയെന്ന് പറഞ്ഞ് 13 ലക്ഷം രൂപ പോയെന്നും പറഞ്ഞു. ഈ 13 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ പോയവരായ പൈസ ഒന്നുമല്ല, സാധാരണക്കാരൻ്റെ നികുതി പണമാണ്. അതിപ്പം മെസ്സിയെ കൊണ്ടുവരേണ്ട കാര്യമില്ല. നല്ല കളിക്കാരായിട്ട് തന്നെ നമ്മൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്.
നമ്മളിലുള്ളവരെ വെച്ച് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. മെസ്സി നമ്മുടെ കേരളത്തിൽ വരുന്നതുകൊണ്ട് എന്തെങ്കിലും നമ്മളെ കേരളത്തിന് നേട്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? മാറ്റം എന്തെങ്കിലും ഉണ്ടാവും? നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷെ നമ്മളെ മെസ്സിനെ കൊണ്ടുവരാനായിട്ട് കുറേ നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. ക്ഷണിക്കാൻ വേണ്ടി പോയതിന് മാത്രം ഒരു 13 ലക്ഷം സർക്കാർ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, വേറെ നേട്ടമൊന്നുമില്ല. വേറെ ആ ഒരു കാശുണ്ടെങ്കിൽ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യായിരുന്നു. സർക്കാർ കുറേ നാളുകളായിട്ട് പറയുന്ന ഒരു സംഭവമാണ് മെസ്സിയെ ഉടനെ കേരളത്തിൽ കൊണ്ടുവരുമെന്നത്. കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടില്ല. മെസ്സി കേരളത്തിൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും നമ്മളെ കേരളത്തിന് നേട്ടം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നേട്ടം ഉണ്ടായാലും ഒന്നും നടക്കത്തുമില്ല. ഇപ്പോൾ ക്ഷണിക്കാൻ പോയതിന് 13 ലക്ഷം ചിലവായിട്ടുണ്ടെന്ന് കണക്ക് പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ഗുണവുമില്ലല്ലോ. ആർക്കാ ഗുണമുണ്ട്? ഒന്നിൽ നാട്ടുകാർക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ ദേശത്തിന് ഗുണം ഉണ്ടാവണം. രണ്ടുമില്ല. മെസ്സി നമ്മുടെ കേരളത്തിൽ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ല, കാശ് പൊടിക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല. സർക്കാർ നഷ്ടത്തിലാണ്. പിന്നെ എന്നിട്ട് വന്ന വെറുതെ ഒരു കൊണ്ടുവന്ന അതിന് വേണ്ട സന്നദ്ധ സംഘടന എല്ലാം ഇതിന് ചിലവാണ്, മൊത്തത്തിലെ ചിലവാണ്, സെക്യൂരിറ്റി ഉൾപ്പെടെ ചിലവാണ്. സർക്കാർ പറയുന്നത് മെസ്സി വന്നു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാ. ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ സർക്കാർ ഇപ്പോൾ ഉണ്ടാവുന്നത് എന്താണ് ഉറപ്പ്? അടുത്ത് വരുന്ന ഇലക്ഷൻ വരാൻ പോവാണ്. അത് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. വെറുതെ കോടികൾ പൊടിച്ചു വെറുതെ കോടികൾ പൊടിച്ചു കളയാന്നല്ലാതെ വേറെ ഒന്നും ഇതിനോട് എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ്, വേറൊരാളുടെ ഇതല്ല, എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ. മെസ്സി കേരളത്തിൽ വരുന്നത് കൊണ്ട് നമ്മൾ കേരളീയർക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകും? ഒരു ഗുണമില്ല. ഇല്ല. സാർ, ഇപ്പൊ ക്ഷണിക്കാൻ വേണ്ടി പോയതിന് മാത്രം 13 ലക്ഷം ചെലവായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നുണ്ട്. അത്രയും ലക്ഷം പൊടിച്ചത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ? നേട്ടം ഉണ്ടാവില്ല. ഇല്ല.